മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസ് നേതാക്കളെയും വിമർശിക്കുന്നത് മോദിയുടെ പ്രീതിക്കായിട്ടാണെന്ന് കെപിസിസി പ്രചാരണ സമിതി അധ്യക്ഷനും മുൻ പ്രതിപക്ഷ നേതാവുമായ രമേശ് ചെന്നിത്തല. ബിജെപിയുമായുള്ള അവിശുദ്ധ ബന്ധം പുറത്തുവന്നതാണ് മുഖ്യമന്ത്രിക്ക് ഹാലിളക്കത്തിന് കാരണമെന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപിയുടെ ബി ടീം എന്ന നിലയിലാണ് ഇപ്പോൾ പിണറായിയുടെ നേതൃത്വത്തിൽ സിപിഎം പ്രവർത്തിക്കുന്നത്. ബിജെപിയുടെ ഗുഡ് ബുക്കിൽ ഇടം പിടിച്ചതിനാൽ പിണറായിയുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസും മാസപ്പടി കേസും അന്വേഷണം ഇല്ലാതായെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പത്തനംതിട്ട പ്രസ് ക്ലബ് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് സംവാദമായ തേരോട്ടത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുപോലെ തന്നെയാണ് ഭരണവിരുദ്ധ വികാരം ഏറ്റവും ശക്തമായ ഒരു കാലഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ UDFന് അനുകൂലമായ ഒരു രാഷ്ട്രീയ അനുകൂലമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടാകും എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും. അതാണ് മുഖ്യമന്ത്രിയെ ഇത്ര വിരളി പിടിപ്പിക്കുന്നത്. മുഖ്യമന്ത്രി ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ മാത്രമേ സംസാരിക്കാറുള്ളൂ, കോൺഗ്രസിനെതിരെ മാത്രമേ സംസാരിക്കാറുള്ളൂ. രാഹുൽ ഗാന്ധി BJPക്കെതിരെ പോരാട്ടം നടത്തുമ്പോൾ BJPയുടെ ബി ടീം എന്ന നിലയിലാണ് ഇപ്പോൾ CPM അദ്ദേഹത്തെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൃഷിമന്ത്രി അടക്കം മന്ത്രിമാർക്ക് ഇപ്പോൾ ജോലി അനൗൺസ്മെന്റായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു. UDF കേരളത്തിൽ 20 സീറ്റിലും വിജയിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ എല്ലാ കരിനിയമങ്ങളും റദ്ദാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് സജിത് പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A. ബിജു മറുപടി പ്രസംഗം നടത്തി. യോഗത്തിൽ DCC പ്രസിഡന്റ് പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിൽ, പഴകുളം മധു, വർഗീസ് മാമൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.